ഇവിടെയുള്ള ഈ ഈ ഒരു ജീവജാലങ്ങൾക്ക് കഴിക്കാൻ ഫുഡില്ല ഒന്നുമില്ല, വെള്ളവും കിട്ടില്ല, ഫുഡും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നദി ഉണ്ട് എന്നല്ലാതെ ഇവിടെ ഇവർക്ക് ഫുഡില്ല. മരത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ, ഒരു ഇല പോലും ഇല്ല. പിന്നെ അവരെന്ത് ചെയ്യാനാ? ഇതുപോലെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ബാഗ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും. വിശപ്പല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്. വിരുപക്ഷ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ എന്തൊക്കെ ഫെസ്റ്റൊക്കെ വരുന്നുണ്ട്, പമ്പ ഫെസ്റ്റ്. അതിനുള്ള രഥം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രഥത്തിൻ്റെ വലിപ്പം നോക്കിയാൽ, ഒരു ചക്രത്തിൻ്റെ വലിപ്പം നോക്കിയാൽ, ടയറിൻ്റെ വലിപ്പം ഒരു മനുഷ്യനേക്കാളും ആയിട്ടുണ്ട്. അതാണ് ഒരു 2 മനുഷ്യൻ്റെ ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ടയറിൻ്റെ വലിപ്പം കേട്ടോ. ഈ ഒരാളെ നമ്മളെ പുറകെ കൂടിയിട്ട് കുറച്ച് നേരമായി. അവിടുന്ന് നമ്മൾ പുറകെ കൂടിയതാണ്. ഇംഗ്ലീഷിലിങ്ങനെ നമുക്കിങ്ങനെ ഗൈഡായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ലാസ്റ്റ് പൈസ വേണോ എന്തെങ്കിലും പറയുമെന്നാവോ. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. വിരുപക്ഷ ടെമ്പിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ശില്പകലയെ പ്രതിഫലിപ്പിക്കുന്ന മികച്ച ഇനം കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള ഒരു എൻട്രൻസ് കേട്ടോ. എന്താ നോക്കിയാൽ ഇതൊക്കെ മനുഷ്യന്മാരുടെ കല സൃഷ്ടികളാണെന്നൊന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇത്രയും വലിയ ഇത് പാറകൾ കൊണ്ട് കൊത്തിയെടുത്ത് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ഒന്നല്ലല്ലോ. അതും അന്നത്തെ കാലത്തൊക്കെ സമ്മതിച്ചു കൊടുക്കണല്ലേ. അപ്പോൾ വിരുപക്ഷ ടെമ്പിളിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഹംപിയിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ സൺസെറ്റ് ടൈമിന് വന്നിട്ട് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് അപ്പുറത്തെ ഭാഗത്തൊരു സൺസെറ്റ് കാണാനുണ്ട് മക്കളെ. ഇവിടുത്തെ പാറക്കല്ലിനൊക്കെ ഒരു പ്രത്യേക തരം കളറ് ഷെയ്ഡൊക്കെ വരാനുണ്ട്. ഹംപി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് ടൈമാണ് കേട്ടോ. ഇതാവുമ്പോൾ വെയിലും ഉണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല, നമുക്ക് ക്ഷീണം അറിയില്ല. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും. നട്ടപ്പൊരു വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടുപ്പരിച്ച് പോകും. അതാണ് മാത്തങ്ക ഹിൽസ്. അതിൻ്റെ മേലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമൊക്കെ ചൂസ് ചെയ്യാൻ നല്ലത്. സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ വിരുപക്ഷ ടെമ്പിളും ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ രാവിലെ അവിടെ കയറിയിട്ട് ഈവനിങ് ഇവിടെ സൺസെറ്റ് നോക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ അട്ടപ്പൊരി വെയിലത്തൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് കാണാനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ക്യാമറയിൽ പകർത്താനാണെന്നുണ്ടെങ്കിലും ഹംപി ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് ഈ ഒരു ടൈമിനാണ്. സൂര്യാസ്തമയ സമയം. സംസാരം വരുന്നില്ല. എന്താ ഭംഗിയില്ലേ. എല്ലാം മനുഷ്യന്മാർ സൃഷ്ടിച്ചുണ്ടാക്കിയെടുത്ത, പാറയിൽ കൊത്തിയെടുത്തുണ്ടാക്കിയ ഒരു സാമ്രാജ്യത്തിൻ്റെ തന്നെ ശില്പകലയെ പ്രതിഫലിപ്പിക്കുന്ന, ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള, വേൾഡിലെ തന്നെ ഒരുപാട് സഞ്ചാരികൾ തേടിയെത്തുന്ന ഒരു ഇന്ത്യയുടെ തന്നെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഹംപിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം വിരുപക്ഷ ടെമ്പിൾ. ഹൗ മെനി കിലോമീറ്റർ? Only 400 meters from 400 to 200. This way na? This way. உள்ள போலாமா? This way. இருங்க ஒரு குச்சி எடுத்துக்கணும். குச்சி ஒண்ணு வேணாம். குச்சி ஒண்ணு வேணும். இந்த வாரேன். I know. This monkey is very well. This monkey is very dangerous. More dangerous. I know very well. Tamil കുട്ടാളോ? ഓക്കെ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മ്യാമനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാമൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വടി കയ്യിലെടുത്തിട്ട് നമുക്കിങ്ങനെ പോവാന്നാണ് പറയണത്. ഫുഡ് കാര്യങ്ങളൊന്നും കയ്യിൽ വെക്കണ്ട, ബാഗൊന്നും വെക്കണ്ട, ഞാൻ നിങ്ങളെ കൂടെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതുവരെ പോയിട്ട് തിരിച്ചിറങ്ങിയതാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവാണ് കുരങ്ങന്മാർ. പട്ടികളുണ്ട്, കുരങ്ങന്മാരുണ്ട്. ഏതാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയുള്ള ഈ ഒരു ജീവജാലങ്ങൾക്ക് കഴിക്കാൻ ഫുഡില്ല, ഒന്നുമില്ല, വെള്ളവും കിട്ടില്ല, ഫുഡും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നദി ഉണ്ട് എന്നല്ലാതെ ഇവിടെ ഇവർക്ക് ഫുഡില്ല. മരത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ, ഒരു ഇല പോലും ഇല്ല. പിന്നെ അവരെന്ത് ചെയ്യാനാ? ഇതുപോലെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ബാഗ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും. വിശപ്പല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുരങ്ങന്മാരൊന്നും ചെയ്യില്ല, പട്ടികളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കെയർ ചെയ്യാതെ പോകണ്ട കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതുപോലുള്ള ഒരു പാറ പുറത്തു കൂടെയാണ് കേട്ടോ നമ്മൾ നടന്നു പോകുന്നത്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഒരു മലനെ കയറിയിട്ടാണ് പോകുന്നത്. പാറക്കല്ലുകൾ കൊടുന്ന് വെച്ചതുപോലെ ഉണ്ടല്ലേ, പക്ഷെ അതൊന്നും വീഴില്ല താഴേക്ക്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ് ഇവരുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. കാരണം ഇതുപോലുള്ള രണ്ട് കൂറ്റൻ പാറകൾക്കിടയിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ആ ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ വലിപ്പമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവർ വീട് വെച്ചിട്ട് അവർ അവിടെ താമസിക്കും. അതാണ് ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെയുള്ള വീടുകൾ ഒരുപാട് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ അത്ര ഉറപ്പിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ല സുഖമുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. ഇതുപോലെ ഇങ്ങനെ സേഫായിട്ട് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കയറി പോവാം. വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ കൂറ്റൻ പാറകളൊക്കെ ഉണ്ടെന്നുള്ളൂ, അതൊന്നും വീഴില്ല, അത് വേറെ കേസ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഹൈറ്റ് കൂടിയ ഒരു പോർഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഒരുപാട് ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു കുളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ചെറിയൊരു കുളം, അതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഒരു പാറയിടുക്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കിയാൽ വലിയ വലിയ കൂറ്റം പാറകൾ ഈ പാറയുടെ മേലെ, ഈ മലയുടെ മേലെ. അതന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും. ഇതുപോലുള്ള കല്ലുകൾ വെച്ചിട്ട് കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്ഷേത്രമാണിത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തെ വേൾഡ് ഫേമസ് ആക്കാനുള്ളൊരു കാരണം. മനുഷ്യൻ്റെ കല, ശില്പികൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു സാംസ്കാരികവും പുരാതനവുമായ ഒരു ക്ഷേത്രം. ഇവിടെ 2 ശിവലിംഗം കാണുന്നുണ്ട് കേട്ടോ. ഇതാ ഒന്ന്, അവിടെ ഇതാ ഒന്ന്. 2 ശിവലിംഗമൊക്കെ കാണുന്നുണ്ട്. വരുമ്പോൾ നമ്മളതിൽ ചവിട്ടാൻ പാടില്ല, നമ്മളിതിലൂടെ ഇങ്ങനെ കയറി വരണം. ഒരുപാട് വിദേശികളെ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ. ഇവിടെ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കന്നഡ ഇത് എനിക്ക് എന്തെങ്കിലും വായിക്കാൻ പറ്റണമെന്നുണ്ടോ? ഉറപ്പാണോ കന്നഡ ലഭ്യ? പഴയ കന്നഡയാണ് കേട്ടോ കൊത്തി വെച്ചേക്കുന്നത്. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് കൊത്തിവെച്ചത് ഇന്ന് കാലങ്ങൾക്ക് ഇപ്പുറം, നൂറ്റാണ്ടുകൾക്കും അതിനപ്പുറത്തേക്കും ഇപ്പുറം നമ്മളിങ്ങനെ വന്നിട്ട് കാണാൻ പറ്റുക പറഞ്ഞാൽ അതൊക്കെ ചരിത്രമാണ്. ചരിത്രം, സംസ്കാരം. ഇവിടെയാണ് കേട്ടോ സൺസെറ്റ് പോയിന്റ്, ഹേമകുണ്ട സൺസെറ്റ് പോയിന്റ്. സൺറൈസ് പോയിന്റ് ആ ഒരു ഹില്ല് കണ്ടോ, ഹേമകുണ്ട ഹിൽസിലാണ് നമ്മൾ സൺറൈസ് കാണുക. ഇതാണ് സൺസെറ്റ് പോയിന്റ്. സൺസെറ്റിന് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റൂല. കണ്ടോ, അങ്ങോട്ട് കണ്ടോ, കുരങ്ങന്മാരൊരു ക്യാരക്ടർ ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ് കണ്ടോ, ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും ടീമാവും. കുറച്ചുകൂടെ ഒന്ന് കെയർ ആയിട്ട് നിൽക്കണം. സ്റ്റാൻഡ് ചെയ്യാ. കണ്ടോ, ഇതാണ് വേറൊരു ക്യാരക്ടർ. ഒരാളെ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വന്ന് വളയും. കുറച്ച് ടാസ്ക്കാണ്. ചിലപ്പോൾ ഒരു 100, 50, 150 എണ്ണമൊക്കെ ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ സൺസെറ്റ് ഒന്നും കാണുന്നില്ല, നല്ല മഴക്കാറുണ്ട്. ചിലപ്പോൾ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നതിനേക്കാളും മുന്നേ. നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക, സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ട്. സൂര്യനെ അവിടെ നിന്നിട്ട് സൂര്യനില്ല. അപ്പോൾ ചെറിയ ഡൗട്ട് അടിച്ചു മലയാളിയാണെന്ന് ചോദിച്ചപ്പോൾ മലയാളികൾ ഒറ്റയ്ക്ക് ഇതിൻ്റെ മേലെ കയറി വന്ന് സൺസെറ്റ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. എവിടെ സ്ഥലം? എവിടെ? മലപ്പുറത്ത് കോട്ടക്കൽ. ഞാൻ പാലക്കാടാ, ഷൊർണൂർ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സൺസെറ്റ് ഒന്നുമില്ല. അപ്പോൾ തിരിച്ചിറങ്ങി പോയാലോ? അതേതാ ടെമ്പിള്? അറിയില്ല. അപ്പോൾ ഇവിടെ മൊത്തം കണ്ടു പറഞ്ഞിട്ട് ഇല്ല, ഈ ഏരിയ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഏതോ ഒരു ടെമ്പിളാണ്. കുറേ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും അറിയില്ല. ഇതൊരു ടെമ്പിളാണ്. ഈ ഭാഗത്ത് അവിടെ കുറേ ഗ്രൗണ്ടുകൾ, അങ്ങനെ കുറേ കൃഷികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സൈഡിലേക്ക്. ഇതാണ് ടെമ്പിളിൻ്റെ ഒരു അറ്റെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറേ പാറക്കൂട്ടങ്ങളും കല്ലുകളും കുറേ ഇതൊക്കെ കാണുന്നുണ്ട്. കുറേ ശില്പികളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക്. ഇങ്ങോട്ടും അതുപോലെ തന്നെ കുറേ മന്ദിരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സൈഡിലേക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള, കുറച്ച് മോർ ഡേഞ്ചറസ് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും സീനുണ്ടോ കുരങ്ങിൻ്റെ സൈഡിൽ നിന്ന്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. എങ്ങനെയാലും നൈസായിട്ട് തിരിച്ചിറങ്ങാൻ നോക്കാം. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലേ ഇതുപോലുള്ള കുറേ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, സൺസെറ്റ് ഇരുന്ന് കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തേതായിട്ടുള്ള കല്ലുകൊണ്ട് തന്നെ കൊത്തിയിട്ടുള്ള സെറ്റപ്പുകളാണ്. അടിപൊളി, നല്ല രസമായിരിക്കും സൺസെറ്റ്. പക്ഷേ ഇന്ന് നമുക്ക് എന്തോ ഒരു ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. ഇവിടുത്തെ റീൽസൊക്കെ എടുക്കുന്നു പാറപ്പുറത്ത് നിന്നിട്ട് തലയും കുത്തിനെ മറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കാണാം അംഗം വിട്ട്. യുനെസ്കോ വേൾഡിൻ്റെ ഒരു ഭാഗമാണ് ഹംപി. അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ സഞ്ചാരികളും തീർത്ഥാടകരും എല്ലാവരും വരുന്ന ഒരു സ്ഥലം. ഏപ്രിൽ 1 മുതൽ 3-ാം തീയതി വരെ ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള രഥമാണ് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്നൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ അടുത്തോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടയർ ഉണ്ടല്ലോ, 2 ആളുടെ ഹൈറ്റ് ഉണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സൺസെറ്റ് കാണാൻ പറ്റിയില്ല, അതൊരു തികച്ചും ഒരു എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും മികച്ച ഈ ഒരു കൊത്തുപണികളും ഈ ഒരു ശ്രേഷ്ഠമായ ക്ഷേത്രവും ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളും ഹംപിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നമുക്കിതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നിന്ന് പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട്, ഇത്രയൊക്കെ അറിഞ്ഞുകൊണ്ട്, ഇത്രയൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും പോവുകയാണ്. ഹംപിയിൽ നിന്നും തിരിച്ച് ഈ വിരുപക്ഷ ടെമ്പിളിൽ നിന്നും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ട്, കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് നൈസായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ എന്ന് മാത്രം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ സൈനിങ് ഓഫ് പറയുന്നു. ബൈ ബൈ.